Today with us we have Shine CS. He is lecturer in Government Polytechnic College, Attingal. He has been in the teaching field from 2009. So he is well experienced, and he's also doing his PhD right now. He has a lot of papers to his name, and he has also attended a lot of international conferences in the field. So we are lucky to have such a eminent faculty with us today. Good afternoon. നമ്മൾ ഇന്ന് എടുക്കുന്നത് അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ 4ാമത്തെ മൊഡ്യൂളാണ്. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ സിലബസ് ഒന്ന് നോക്കാം, ഏതൊക്കെയാണ് കവർ ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഇത് നമ്മളെ കോഴ്സ് ഔട്ട്കമ്മിൽ മെയിൻ ആയിട്ട് നമ്മൾ വരുന്ന ഒരു ടോപ്പിക്, അതായത് ഓരോ സബ്ജക്റ്റിനും ഓരോ കോഴ്സിനും ഓരോ ഔട്ട്കം ഉണ്ട്. അപ്പൊ അതിൽ വരുന്നത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് എന്നുള്ള ഇതിലാണ് ഈ ടോപ്പിക് വരുന്നത്. അപ്പോൾ ഇതിലെ 4ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ടത് അപ്രീഷിയേറ്റ് ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ കോഴ്സ് സ്പെസിഫിക് ഔട്ട്കംസ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ലോഡിംഗ് ആൻഡ് ബീംസ്, അതുപോലെ തന്നെ രണ്ടാമത്തത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്, അതുപോലെ തന്നെ ഡ്രോയിങ് ഓഫ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ കാന്റിലിവർ വിത്ത് പോയിന്റ് ലോഡ്, കാന്റിലിവർ വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, cantilever with a point and uniformly distributed load, then shear force and bending moment diagram for simply supported beam, and shear force and bending moment diagram for simply supported beam with a uniformly distributed load, and a uniformly distributed load plus point load for simply supported beam, and calculate the maximum bending moment of the section. Then last topic is understand the overhanging beam and the point of contraflexion. ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ മെയിൻ ആയിട്ടുള്ളത്, അതായത് ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് എന്നുള്ള ആ ടോപ്പിക്കിലുള്ളത് 4ാമത്തെ മൊഡ്യൂളിലുള്ളത്. അപ്പൊ ഇതിന്റെ മെയിൻ കണ്ടന്റ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ടൈപ്സ് ഓഫ് ബീംസ്, കാന്റിലിവർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സപ്പോർട്ടുകൾ, ഇതെല്ലാം നമുക്ക് ഇതിന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഇതില് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് കുർമി, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ബെൻസാൾ, ദെൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഒവിഗാട്ടിയാണ് നമുക്ക് മെയിൻ ആയിട്ട് പറഞ്ഞത്. പിന്നെ കുറച്ച് റഫറൻസ് പുസ്തകങ്ങളും ഉണ്ട്. 4ാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ബീംസ് ആൻഡ് ലോഡിംഗ്. ആദ്യം നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എല്ലാ മെക്കാനിക്കൽ സ്ട്രക്ചേഴ്സിലാണെങ്കിലും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻസിലാണെങ്കിലും ബീം അത്യാവശ്യമുള്ള കാര്യം. എല്ലാ ലോഡും ബിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോഡ് ബിയർ ചെയ്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഗ്രൗണ്ടിലേക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് പോകുന്നതെല്ലാം ബീമുകൾ വഴിയാണ്. നമുക്ക് കണ്ടിട്ടുണ്ടാവും, വീടുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴാണെങ്കിലും സ്ട്രക്ചർ മെമ്പർ ആയിരിക്കും, വലിയ വലിയ കൺസ്ട്രക്ഷനിലൊക്കെ സ്ട്രക്ചർ മെമ്പർ ആയിരിക്കും ആദ്യമേ കൺസ്ട്രക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതെല്ലാം ബീമിൽ വരുന്നത്. അപ്പൊ നമ്മൾ ബീം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെമ്പർ വിച്ച് ഈസ് സബ്ജക്ട് ടു എക്സ്റ്റേണൽ ഫോഴ്സ് വിച്ച് ആക്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഇറ്റ്സ് ലോഞ്ചിറ്റ്യൂഡൽ ആക്സ്. അതായത് നമ്മൾ ബീമിന്റെ വളരെ നീളം കൂടിയ വശം എടുത്തു കഴിഞ്ഞാൽ ആ നീളം കൂടിയ വശത്തിന് നേരെ പെർപെൻഡിക്കുലർ ആയിരിക്കും ഇതില് എക്സ്റ്റേണൽ ആയിട്ടുള്ള ലോഡുകൾ ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് വെർട്ടിക്കൽ ലോഡുകളൊക്കെ ആയിരിക്കും ഈ ബീമുകൾ ക്യാരി ചെയ്യുന്നത്. ദെൻ ഈ ബീമുകളിൽ മെയിൻ ആയിട്ട് ബെൻഡിങ് ആയിരിക്കും ഉണ്ടാവുന്നത്. ബെൻഡിങ് എന്ന് പറയുന്നത് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു ബീമിൽ 2 സപ്പോർട്ട് കാണിച്ചിട്ടുണ്ട്. ഈ കാണുന്നിരിക്കുന്നതെന്ന് പറയുന്നത് നൈഫ് എഡ്ജ് സപ്പോർട്ടാണ്. ഈ റൈറ്റ് സൈഡിൽ ഈ കളറിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് റോളർ സപ്പോർട്ടാണ്. അപ്പൊ ഈ ബീമിന്റെ ക്രോസ് സെക്ഷൻ ഇവിടെ സൈഡ് വ്യൂവിൽ കാണിച്ചിട്ടുണ്ട്, ക്രോസ് സെക്ഷൻ. അപ്പൊ നമ്മളിവിടെ ഒരു പർട്ടിക്കുലർ ലോഡ് W ആക്ട് ചെയ്യാണ്. അപ്പൊ ഈ ലോഡ് കൊണ്ട് ഈ ബീമിൽ എത്രത്തോളം ബെൻഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം ഫോഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് എത്ര ഉണ്ടാവും, ഈ ഷിയർ ഫോഴ്സുകളാണ് ഇതിന് ഈ ബീമിന്റെ ബെൻഡിങ്ങിനോ അല്ലെങ്കിൽ ബീമിന്റെ ഡിഫ്ലക്ഷനോ ഒക്കെ കാരണം. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീംസ്. നമ്മൾ ബീമുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിന്റെ എൻഡ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് അതിന്റെ സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബീമുകളെ ക്ലാസിഫൈ ചെയ്തത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് കാന്റിലിവർ ബീമാണ്. കാന്റിലിവർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഫിസിക്സിലൊക്കെ +2 ഫിസിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. 1 എൻഡ് കാന്റിലിവർ ബീം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിൽ 1 എൻഡ് ഫിക്സഡും അതർ എൻഡ് ഫ്രീ ആയിട്ടുള്ള ബീമുകളെ നമ്മൾ കാന്റിലിവർ ബീം എന്ന് പറയും. അപ്പോൾ ഈ കാന്റിലിവർ ബീമിൽ എത്ര ഡിഫറെന്റ് ടൈപ്സിൽ ഇൻക്ലൈൻഡ് ലോഡ് ആയാലും വെർട്ടിക്കൽ ലോഡ് ആയാലും അതുപോലെ തന്നെ പോയിന്റ് ലോഡ് ആയാലും ഏത് ടൈപ്പ് ലോഡ് വന്നു കഴിഞ്ഞാലും ഈ കാന്റിലിവർ ബീമുകളിൽ സപ്പോർട്ടിൽ മാത്രമേ റിയാക്ഷൻ ഉണ്ടാവൂ. അപ്പോൾ ഈ സപ്പോർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ലോഡ് നമ്മൾ ഈ കാന്റിലിവർ ബീമിന്റെ ഏതൊരു പോയിന്റിൽ അല്ലെങ്കിൽ ഈ ലെങ്തി ആയിട്ടുള്ള ഏത് പോർഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ലോഡ് അതിന്റെ റിയാക്ഷൻ നമുക്ക് കിട്ടുന്നത് അതിന്റെ സപ്പോർട്ടിലായിരിക്കും, അതായത് ഫിക്സഡ് എൻഡിലായിരിക്കും.
അപ്പൊ ഇവിടെ കാൻഡിലിവർ ബീമിന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഫിഗറിൽ ഇവിടെ സപ്പോർട്ടില് ഈ ബീമിൽ ലോഡൊന്നും കാണിച്ചിട്ടില്ല. എന്നാൽ രണ്ടാമത്തെ ഫിഗറിൽ നമ്മൾ ലോഡ് കാണിച്ചിട്ടുണ്ട്. ഒരു വൺ എൻഡിൽ മാത്രമേ ഇവിടെ ബീം സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അത് രണ്ട് ഫ്രീ ആണ്. അപ്പോൾ ഈ ബീം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് എവിടെ ഈ സപ്പോർട്ടിൽ നിന്ന് എത്രത്തോളമാണോ ബീം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത്, ആ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ലെങ്തിനെ നമ്മൾ സ്പാൻ ലെങ്ത് എന്ന് പറയും. ബീമിന്റെ സ്പാൻ ലെങ്ത് എന്ന് പറയും. അപ്പൊ ഇതാണ് ഒരു കാൻഡിലിവർ ബീം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം. അപ്പൊ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത് ഇത് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ബീമുകളിൽ ഒന്നാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ഫ്രീ ആയിട്ട് ഒരു ബീം സപ്പോർട്ടിൽ റെസ്റ്റ് ചെയ്യും. അതായത് അതിലൊരു നൈഫ് എഡ്ജ് സപ്പോർട്ട് ഉണ്ടാവും, ഒരു റോളർ സപ്പോർട്ട് ഉണ്ടാവാം. ഇനി ഈ രണ്ട് ബീമിന്റെ എൻഡുകൾ സിംപ്ലി സപ്പോർട്ടഡ് ആയിരിക്കും. ഇനി ചില കേസുകളിൽ വൺ എൻഡിൽ ഹിഞ്ച് വരാം. അതുപോലെ തന്നെ ചില കേസുകളിൽ ഈ റോളർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ റോളർ ഇവിടെ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ റോളർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഒരു റോളർ സപ്പോർട്ട് ഉണ്ടാവും, ഒരു നൈഫ് എഡ്ജ് സപ്പോർട്ട് ഉണ്ടാവും. ഈ കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നൈഫ് എഡ്ജ് സപ്പോർട്ടാണ്. അതായത് ഒരു വളരെ ഷാർപ്പ് ആയിട്ടുള്ള ഒരു കോർണർ ആയിരിക്കും ആ സപ്പോർട്ടിൽ വരുന്നത്. എന്നാൽ പോയിന്റ് റിയാക്ഷൻ ആയിരിക്കും വരുന്നത്. അതായത് പോയിന്റ് കോണ്ടാക്ട് അവിടെ വരുന്നുള്ളൂ. ഇൻ കേസ് രണ്ടാമത്തെ കേസിൽ നമ്മൾ ഇവിടെ ഈ എൻഡിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഒരു റോളറാണ്. അപ്പൊ ഈ റോളറിലും പോയിന്റ് കോണ്ടാക്ടേ വരുള്ളൂ. ഈ റോളർ ഇവിടെ കാണിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഇവിടെ ഇൻക്ലൈൻഡ് ലോഡ് എന്തെങ്കിലും വരികയാണെങ്കിൽ, ഈ താഴെ കാണിച്ചിരിക്കുന്ന ഫിഗറിലെല്ലാം നമ്മൾ വെർട്ടിക്കൽ ലോഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതായത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലോഡുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇൻ കേസ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലോഡ് വരികയാണെങ്കിൽ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യണം. ബീമിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ലെങ്ത് വൈസ് കോമ്പൻസേഷൻ വരണമെങ്കിൽ നമ്മൾ അവിടെ റോളർ കാണിക്കണം, റോളർ സപ്പോർട്ട് കാണിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ റോളർ സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ താഴത്തെ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു നൈഫ് എഡ്ജ് സപ്പോർട്ട്, ഒരു റോളർ സപ്പോർട്ട്. ഇവിടെ ഒരു റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട് നൈഫ് എഡ്ജിൽ. ഇതിന്റെ സ്പാൻ ലെങ്ത് കാണിച്ചിട്ടുണ്ട്, ലോഡൊക്കെ കാണിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു എഫക്റ്റീവ് സ്പാൻ ലെങ്തും കാണിച്ചിട്ടുണ്ട്, ക്ലിയർ സ്പാൻ ലെങ്തും കാണിച്ചിട്ടുണ്ട്. എഫക്റ്റീവ് സ്പാൻ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ ബീമിൽ നിന്ന് ഏത് പോയിന്റ് വഴിയാണോ കോണ്ടാക്റ്റിലേക്ക് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്, അതുപോലെ ആ പോയിന്റുകൾ തമ്മിലുള്ള ടോട്ടൽ ലെങ്ത് ഓഫ് ബീമിനെ നമ്മൾ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയും. അതേസമയം നമ്മളിപ്പോൾ രണ്ട് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ സപ്പോർട്ടിന്റെ രണ്ട് സപ്പോർട്ടിന്റെ ഇടയിൽ എത്രത്തോളം ബീം ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട്, കോണ്ടാക്ട് ഒന്നും ഇല്ലാതെ നിൽക്കുന്നു, ആ ലെങ്തിനെ നമ്മൾ ക്ലിയർ സ്പാൻ എന്ന് പറയും. ക്ലിയർ സ്പാൻ. അടുത്ത ടൈപ്പ് ഓഫ് ബീം എന്ന് പറയുന്നത് ഓവർ ഹാങ്ങിങ് ബീമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ബീം എന്ന് പറയുന്നത് ബീം ഒരു പർട്ടിക്കുലർ സപ്പോർട്ടിൽ നിന്ന് കുറച്ച് പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും. അതായത് നമ്മൾ സപ്പോർട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് സപ്പോർട്ട് കഴിഞ്ഞ് കുറച്ച് ഭാഗം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പോർഷൻ നമ്മൾ ഓവർ ഹാങ്ങിങ് സെക്ഷൻ എന്ന് പറയും. അല്ലെങ്കിൽ അങ്ങനെയുള്ള എൻ്റെ ബീമിനെ നമ്മൾ ഓവർ ഹാങ്ങിങ് ബീം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്, അതിന് മുന്നേ നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. സപ്പോർട്ട് an overhanging beam project beyond one end or both end of its support. The loads are acting outside supports as well as in between them. Then there will be reactions at the support, but no resisting moments. When the overhanging may be at one end, it is called single overhanging, and when overhanging on both end, it is called double overhanging. നമ്മളിവിടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ, ഈ ബീമിന്റെ പർട്ടിക്കുലർ പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് സപ്പോർട്ടിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ എത്രത്തോളം പാർട്ടാണോ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത് അതിനെ ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുന്നത്. ഇപ്പൊ എന്റർ ബീമിനെ നമ്മൾ ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയും. താഴെ ഒരു സിംഗിൾ ഓവർ ഹാങ്ങിങ്ങിന്റെയും ഡബിൾ ഓവർ ഹാങ്ങിങ് ബീമിന്റെയും ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ സിംഗിൾ ഓവർ ഹാങ്ങിങ് എന്ന് പറയുന്നത് ബീമിന്റെ ഓൺ എൻഡിൽ മാത്രമേ എക്സ്റ്റെൻഡഡ് പോർഷൻ ഉള്ളൂ, അവിടെ മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുള്ളെങ്കിൽ നമ്മൾ അതിനെ സിംഗിൾ ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയും. ഇവിടെ 3 ലോഡ് കാണിച്ചിട്ടുണ്ട്, ഇത്രയും പോർഷൻ ഇവിടെ സിംഗിൾ ഓവർ ഹാങ്ങിങ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ദെൻ ഡബിൾ ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുന്നത് ഒരു ബീമിന്റെ രണ്ട് എൻഡിലും ബോത്ത് എൻഡിലും അതിന്റെ സ്പാൻ ലെങ്ത് കഴിഞ്ഞും അല്ലെങ്കിൽ സപ്പോർട്ട് കഴിഞ്ഞും ബീം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അവിടെ എല്ലാം ലോഡൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡബിൾ ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയും. അടുത്ത ഒരു ബീം എന്ന് പറയുന്നത് ഫിക്സഡ് ബീം ഓർ ബിൽറ്റ് ഇൻ ബീം എന്ന് പറയും. അതായത്
ഇങ്ങനെയുള്ള ബീമുകളിൽ ഈ ബീമിന്റെ രണ്ട് എൻഡുകളും വളരെ റിജിഡ് ആയിട്ട് ഫിക്സഡ് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ രണ്ട് റൂമുകളിൽ തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ ആ റൂമുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബീം ഉണ്ടെങ്കിൽ ഈ ബീമുകൾ ഒരു പക്ഷേ രണ്ട് എൻഡും ഫിക്സഡ് ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ പറയും ബോത്ത് എൻഡ് ഫിക്സഡ് അല്ലെങ്കിൽ ഫിക്സഡ് ബീം എന്ന് പറയും, അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ബീം എന്നും പറയും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ബിൽറ്റ് ഇൻ ബീമിന്റെയും ഏത് പോർഷനിലാണോ നമ്മുടെ ബീം ഫിക്സഡ് ആക്കി വരുന്നത് അവിടെ നമ്മൾ റിയാക്ഷൻസ് വരും. അതുപോലെ തന്നെ ഇതിനെ വേറൊരു പേരും പറയും, എൻകാസ്റ്റഡ് ബീം എന്നും ഇതിനെ പറയുന്നുണ്ട്. ഫിഗർ കാണിക്കുന്നുണ്ട്. അപ്പൊ ബിൽറ്റ് ഇൻ ബീമിന്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബീമുണ്ട്. ഈ ബീം രണ്ട് എൻഡും ഫിക്സഡ് ആണ്. അപ്പൊ ബോത്ത് എൻഡ് ഫിക്സഡ് ആയിട്ടുള്ള ബീമിനെ നമ്മൾ ബിൽറ്റ് ഇൻ ബീം എന്ന് പറയും. അടുത്ത ടൈപ്പ് ബീം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ബീം. അപ്പോൾ രണ്ടിൽ കൂടുതൽ സപ്പോർട്ട്സുകൾ ഉള്ള ബീമുകൾ നമ്മൾ അതിനെ പറയുന്നത് കണ്ടിന്യൂസ് ബീം എന്നാണ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കണ്ടിന്യൂസ് ബീമാണ്. ഇവിടെ നമുക്ക് രണ്ട് നൈഫ് എഡ്ജ് സപ്പോർട്ട് ഉണ്ട്, ഒരു റോളർ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ബീമായിട്ട് ആക്ട് ചെയ്യും. ദെൻ ഇവിടെ ഒരു വൺ എൻഡ് ഫിക്സഡ് ആണ്, അതർ എൻഡ് ഒരു സപ്പോർട്ടിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നൈഫ് എഡ്ജ് ആകാം അല്ലെങ്കിൽ അതർ സപ്പോർട്ട് ആവാം. എനിവേ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇവിടെ സപ്പോർട്ടുകൾ കാണിച്ചിട്ടുണ്ട്. ഈ ഫോഴ്സിന്റെ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് റിയാക്ഷൻസ് ആണ്, അതായത് അവിടെ ഒരു സപ്പോർട്ടുകളുണ്ട്, ആ റിയാക്ഷൻസ് ആണ് അവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ അതിനെ തന്നെ നേരെ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് വീണ്ടും കാണിച്ചിട്ടുണ്ട്. RA, RB, RC ഓരോ പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റുകളിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസ്, അതായത് സപ്പോർട്ടിൽ നിന്നുള്ള സപ്പോർട്ട് റിയാക്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ മുന്നേ എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീമുകളാണ്. ബീമിൽ നമ്മൾ കണ്ടിന്യൂസ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സിംപ്ലി കാന്റിലിവർ ബീം പറഞ്ഞു, സിംപ്ലി സപ്പോർട്ടഡ് ബീം പറഞ്ഞു, അതുപോലെ തന്നെ ബിൽറ്റ് അപ്പ് ബീം പറഞ്ഞു, ദെൻ കണ്ടിന്യൂസ് ബീം പറഞ്ഞു. അതിൽ തന്നെ ഓവർ ഹാങ്ങിങ് ബീം ഉണ്ട്. ഓവർ ഹാങ്ങിങ്ങിൽ സിംഗിൾ ഓവർ ഹാങ്ങിങ് ഉണ്ട്, ഡബിൾ ഓവർ ഹാങ്ങിങ് ഉണ്ട്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡ് ആണ്. അപ്പൊ നമ്മൾ ബീമുകളുടെ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൂവ്മെന്റ് ഒക്കെ വരയ്ക്കേണ്ട സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു കണ്ടീഷനാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡിങ്. അപ്പൊ അതിൽ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ലോഡിങ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ഓർ പോയിന്റ് ലോഡാണ്. അപ്പോൾ ഒരു സിംഗിൾ പോയിന്റിലാണ് ലോഡ് ആക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ലോഡിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ഓർ പോയിന്റ് ലോഡ് എന്ന് പറയും. അപ്പൊ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതിൽ നമ്മൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുത്തിട്ടുണ്ട്. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമുക്കൊരു W എന്നുള്ള വെയിറ്റ് നേരെ താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. W എന്ന് പറയുന്നത് വെയിറ്റ് ഇൻ ന്യൂട്ടണിലായിരിക്കും. അപ്പോൾ ഇതൊരു സിംഗിൾ പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ പറയുന്നത് പോയിന്റ് ലോഡ്, കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയും. അടുത്ത് ഇതില് വേറൊരു കണ്ടീഷനിൽ ഇൻക്ലൈൻഡ് ലോഡ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ 3 സപ്പോർട്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ RA, അതുപോലെ തന്നെ RB ആൻഡ് W2, അതായത് വെയിറ്റ് നേരെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇവിടെ W1 നേരെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വെയിറ്റ് ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഇൻക്ലൈൻഡ് വെയിറ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ അതിനെ രണ്ട് കമ്പോണന്റുകളാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരച്ച ശേഷം മാത്രമേ ബീമിൽ ഷിയർ ഫോഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലോഡിംഗ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. പോയിന്റ് ലോഡാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. രണ്ടാമത്തെ ടൈപ്പ് ലോഡിംഗ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. അപ്പൊ ഇങ്ങനെയുള്ള ലോഡ് എന്ന് പറയുന്നത് നമ്മളൊരു ബീമിന്റെ എൻ്റയർ ലെങ്തിൽ ആ ലോഡ് യൂണിഫോം ആയിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലോഡ് പെർ മീറ്റർ ലെങ്തിൽ അത് സ്പ്രെഡ് ചെയ്ത് കിടക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു സ്കെയിലിലേക്ക് നമ്മൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നമ്മൾ ഇങ്ങനെ മണൽ ഇങ്ങനെ വിതറി അടുക്കി വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മണൽ ഒരു പർട്ടിക്കുലർ തിക്നെസ് നമ്മളിങ്ങനെ നിരത്തി വെക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആയിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. നെക്സ്റ്റ്, ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൽ തന്നെ രണ്ട് തരത്തിലുള്ള ലോഡിംഗ് ഉണ്ടാവും. യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കൊണ്ട്, അതുപോലെ തന്നെ യൂണിഫോമലി വേരിയിങ് ലോഡ് കൊണ്ട്. യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത് ഈ ലോഡ് W പെർ യൂണിറ്റ് ലെങ്തിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ എൻ്റയർ ലെങ്തിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഈ ലോഡ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന് നമ്മൾ ഇവിടെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു W പെർ മീറ്റർ ലെങ്തിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻ ഒക്കെ വരച്ചിട്ട് അതിന്റെ ലോഡ് കാണിച്ചിട്ടുള്ള ഒരു ഫിഗർ ആണ്. ഇതില് ഫുള്ളി ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോർഷനിൽ മാത്രം യൂണിഫോമലി ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തും വരാം. അത് രണ്ട് ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ ടൈപ്പാണ് യൂണിഫോംലി വേരിയിങ് ലോഡ് ഓർ
നോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ട്രയാങ്കുലർ ലോഡ് എന്ന് പറയും. അപ്പൊ ഈ യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് പോലെ തന്നെയാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത്, one എൻഡിൽ വളരെ കുറച്ചായിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത്, എന്നാൽ അതർ എൻഡിൽ വളരെ ഹൈ ഇന്റൻസിറ്റിയിലായിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും ഈ ലോഡ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്കെയിലിന്റെ പുറത്ത് നമ്മൾ മണൽ ഇങ്ങനെ നിരത്തിയാണ്, ഈ മണലിനെ നമ്മൾ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് നമ്മൾ ഇതിനെ നിരത്തിയിട്ട് ഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ടൈപ്പ് ഓഫ് ലോഡിംഗ് എന്ന് പറയുന്നത് യൂണിഫോംലി വേരിയിങ് ലോഡാണ്, അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോഡിംഗ് ആണ് അവിടെ വരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൽ അത് യൂണിഫോം ആയിട്ട് നോൺ യൂണിഫോം ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കും. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ലോഡിംഗ് എന്ന് പറയുന്നത് വൺ പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ അത് വേരി ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പൊ അതിന് നമ്മൾ പറയും യൂണിഫോംലി വേരിയിങ്. ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗറിൽ നമ്മൾ യൂണിഫോംലി വേരിയിങ് ലോഡിന്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇതാണ് സപ്പോർട്ട്. രണ്ട് സപ്പോർട്ട് കാണിച്ചിട്ടുണ്ട്. ഈ സപ്പോർട്ടിന്റെ പുറത്ത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ പുറത്ത് യൂണിഫോംലി വേരിയിങ് ലോഡ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത് കാണിച്ചിട്ടുണ്ട്. ഏറ്റവും ലെഫ്റ്റ് എൻഡിൽ വളരെ കുറവാണ്, അതായത് 0 തന്നെ ആയിരിക്കും. ഇവിടെ നിന്ന് ലെഫ്റ്റ് എൻഡിൽ നിന്ന് റൈറ്റ് എൻഡിലേക്ക് നമ്മൾ പോകും തോറും ലോഡ് ഇന്റൻസിറ്റി മാക്സിമം ഹൈ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ലോഡിന് നമ്മൾ പറയുന്നത് W പെർ യൂണിറ്റ് ലെങ്തിലായിരിക്കും ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. ഇത് റൈറ്റ് ഹാൻഡ് ട്രയാങ്കിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ട്രയാങ്കിളുടെ ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് ആരോ മാർക്ക് കാണിച്ചിട്ടുള്ളത് സപ്പോർട്ടുകളുടെ റിയാക്ഷൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. അപ്പൊ നമുക്കറിയാം, ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ ഒരു പർട്ടിക്കുലർ ലോഡ് അതിലേക്ക് വരികയാണെങ്കിൽ അത് എവിടെ കൂടെ എങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് താഴേക്ക് പോകും, അല്ലെങ്കിൽ അതുമായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഡിവൈസിലേക്ക് ആ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. അങ്ങനെ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ അവിടെ ആ സപ്പോർട്ടിൽ നിന്ന് നേരെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, റിയാക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ഈ എത്ര ലോഡാണോ താഴേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്, ഒരു സപ്പോർട്ട് വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്, അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഏതൊരു ബീമാണെങ്കിലും എക്സ്റ്റേണലി ലോഡഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന തന്നെയാണ് നമ്മൾ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം കാണിച്ചിട്ടുണ്ട്. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ റിയാക്ഷൻസ് ആണ് ഇവിടെ താഴെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നൈഫ് എഡ്ജ് സപ്പോർട്ട് ഉണ്ട്. ഇതിന് ഈ പറയുന്നത് നൈഫ് എഡ്ജ് ആണ്. ഇവിടെ ഒരു റോളർ സപ്പോർട്ട് ഉണ്ട്. ഇതിനെ സപ്പോർട്ട് എ എന്ന് റെഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ സപ്പോർട്ട് ബി എന്ന് കാണിച്ചിട്ടുണ്ട്. W ലോഡാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ഫിഗറിനെ, അതായത് ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ നമ്മൾ മാറ്റിയിട്ട് അതിന്റെ ബീമിന്റെ സപ്പോർട്ടിൽ എന്നുള്ള റിയാക്ഷനും എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ഫോഴ്സസും മാത്രമായിട്ട് കാണിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഡയഗ്രത്തിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് ഈ കാണുന്ന ഫ്രീ ബോഡി ഡയഗ്രം. ഇതിനെ പറയുന്ന പേരാണ് ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഫ്രീ ബോഡി ഡയഗ്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ആ ബീമിലേക്ക് എത്ര എക്സ്റ്റേണൽ ലോഡുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ എത്ര സപ്പോർട്ട് റിയാക്ഷൻസുകൾ വരുന്നുണ്ട്, എന്തൊക്കെ ഇൻക്ലൈൻഡ് ഫോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഫോഴ്സസ് വരികയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇനി ബീമിന്റെ തന്നെ വെയിറ്റ് വേണമെങ്കിൽ നമുക്ക് ഈ സപ്പോർട്ട് റിയാക്ഷൻ ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ കാണിക്കാം. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഫ്രീ ബോഡി ഡയഗ്രം, സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഫ്രീ ബോഡി ഡയഗ്രം ആണ്. W പോയിന്റ് ലോഡ് ഇവിടെ വരികയാണെങ്കിൽ അതിൽ രണ്ട് റിയാക്ഷൻസ് വരും. ഫോർ എക്സാമ്പിൾ, ഇവിടെ എൻഡ് എ ആണെങ്കിൽ ഇവിടെ റിയാക്ഷൻ RA ആണ്. ഇവിടെ എൻഡ് ബി ആണെങ്കിൽ റിയാക്ഷൻ RB ആണ്. അപ്പൊ നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മുടെ കോഴ്സ് സ്പെസിഫിക് ഔട്ട്കം എന്ന് പറയുന്നത് ഡിഫൈൻ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. അപ്പൊ എന്താണ് ഷിയർ ഫോഴ്സ്, എന്താണ് ബെൻഡിങ് മൊമെന്റ്? നമുക്കറിയാം, ഈ ടോപ്പിക്, ഈ മോഡ്യൂൾ തന്നെ ഈ മോഡ്യൂളിന്റെ ഈ ടോപ്പിക് തന്നെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഉണ്ട്. അപ്പൊ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഷിയർ ഫോഴ്സ് എന്താണെന്നും ബെൻഡിങ് മൊമെന്റ് എന്താണെന്നും അറിയാം. അപ്പൊ ഷിയർ ഫോഴ്സ് എന്താണെന്നും ബെൻഡിങ് മൊമെന്റ് എന്താണെന്നും നമുക്ക് നോക്കാം. ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൾജിബ്രൈക് സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയും. അതായത് നമ്മളൊരു ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുത്തു കഴിഞ്ഞാൽ, ഈ കാണിച്ചിരിക്കുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ രണ്ട് റിയാക്ഷൻസ് RBയും RAയും കാണിച്ചിട്ടുണ്ട്. രണ്ട് വെർട്ടിക്കൽ റിയാക്ഷൻസ് ആണ്. ഇവിടെ ഫോഴ്സസ്, എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസ് F1, F2 ആൻഡ് F3 ഫോഴ്സസ്, എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഈ സപ്പോർട്ടുകളിൽ നമുക്ക് രണ്ട് റിയാക്ഷൻസ് ഉണ്ടാവും.
ഇവിടെ രണ്ടിനും വെർട്ടിക്കൽ റിയാക്ഷൻ വരാൻ കാരണം ഈ ലോഡുകൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ലോഡുകളെല്ലാം വെർട്ടിക്കൽ ലോഡ് ആയതുകൊണ്ടാണ് ഇവിടെ രണ്ടും വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രം വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബീമിൽ ഞാൻ ഇവിടെ ഒരു എക്സ് എന്നുള്ള ഒരു സെക്ഷൻ എടുക്കുകയാണ്, എക്സ് എന്നുള്ള ഒരു സെക്ഷൻ എടുക്കുകയാണ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് പർട്ടിക്കുലർ ലെങ്ത് ഫ്രം എൻഡ് ബി എടുക്കുകയാണെങ്കിൽ, ഈ ഒരു എക്സ് എന്നുള്ള സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ സെക്ഷനിലേക്ക് നമ്മൾ ടോട്ടൽ ഫോഴ്സസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണോ ആ സെക്ഷന്റെ ഇടത് സൈഡിലും വലത് സൈഡിലും ഉള്ള ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആൾജിബ്രായിക് സം ഓഫ് ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ലെഫ്റ്റ് ഓർ ഓൺ ദ റൈറ്റ് ഓഫ് എനി സെക്ഷൻ ഓഫ് എ ബീം. അതിനാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു കേസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ലെഫ്റ്റ് സെക്ഷനും റൈറ്റ് സെക്ഷനും നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ റൈറ്റ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ F3 എന്നുള്ള ഒരു ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. ഇവിടെ ഒരു RB എന്നുള്ള ഒരു ഫോഴ്സ് റിയാക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ F3 മൈനസ് RB എന്ന് പറയുന്നത് ഈക്വൽ ടു ഈ ലെഫ്റ്റ് സൈഡില്, അതായത് F3 താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്, RB മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ F3 പോസിറ്റീവും RB നെഗറ്റീവ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ RA മുകളിലേക്കും F1 താഴേക്കും F2 താഴേക്കുമാണ് ആക്ട് ചെയ്യുന്നത്. സോ F3 മൈനസ് RB, ദ ടോട്ടൽ ഫോഴ്സ് എലോങ് ദ റൈറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് F3 മൈനസ് RB ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു RA മൈനസ് F1 മൈനസ് F2, അതായത് വിച്ച് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ സം ഓഫ് ഫോഴ്സസ് എലോങ് ദ ലെഫ്റ്റ് സെക്ഷൻ. അപ്പൊ റൈറ്റ് സെക്ഷൻ ആണെങ്കിലും ലെഫ്റ്റ് സെക്ഷൻ ആണെങ്കിലും രണ്ടും ഈക്വിലിബ്രിയത്തിലായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഷിയർ ഫോഴ്സിന്റെ കാര്യം പറയാൻ പറ്റൂ. ഇനി നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, സപ്പോർട്ട് റിയാക്ഷൻ ഒക്കെ ഇനി പ്രോബ്ലം ചെയ്യുമ്പോഴാണ് മെയിൻ ആയിട്ട് വരുന്നത്, എങ്കിലും നമ്മൾ ഓർത്തിരിക്കുക നമുക്ക് എക്സ്റ്റേണലി ഏതൊക്കെ ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നത്, താഴേക്ക് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് ഏതൊക്കെയാണ് ഫോഴ്സുകൾ ഉള്ളത്, ആ ടോട്ടൽ ഫോഴ്സിന്റെ സം ഈക്വൽ ടു രണ്ട് സപ്പോർട്ടിൽ നിന്നുള്ള സപ്പോർട്ട് റിയാക്ഷന്റെ സം. അതായത് RA പ്ലസ് RB ഈക്വൽ ടു F1 പ്ലസ് F2 പ്ലസ് F3 ആയിരിക്കും. ഇതാണ് മെയിൻ കണ്ടീഷൻ. സപ്പോർട്ട് റിയാക്ഷന്റെ കേസിൽ നമ്മൾ അതാണ് നോക്കേണ്ടത്. അപ്പൊ നോക്കേണ്ട ഒരു ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടോട്ടൽ സം ഓഫ് അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ടോട്ടൽ സം ഓഫ് ഡൗൺവേർഡ് ഫോഴ്സ് ആയിരിക്കും. ഇതിൽ നിന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൾജിബ്രായിക് സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ റൈറ്റ് ഓർ ഓൺ ദ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ഈസ് ഓർ എനി സെക്ഷൻ ഈസ് നോൺ ആസ് ഷിയർ ഫോഴ്സ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ആണ്. അപ്പൊ നമ്മൾ ബെൻഡിങ് മൊമെന്റ്, നമ്മൾ ഷിയർ ഫോഴ്സ് കഴിഞ്ഞു. നമ്മൾ ഷിയർ ഫോഴ്സ് പറയുന്നത് പോലെ തന്നെ നമ്മൾ ബെൻഡിങ് മൊമെന്റും എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് എനി സെക്ഷൻ ആണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫോഴ്സസിന്റെ പറഞ്ഞതുപോലെ ആൾജിബ്രായിക് സം ഓഫ് മൊമെന്റ്സ് ഓഫ് ഓൾ ഫോഴ്സസ് എബൌട്ട് ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദ സെക്ഷൻ ഈസ് കോൾഡ് ബെൻഡിങ് മൊമെന്റ്. അതായത് ഫോഴ്സ് എടുക്കുമ്പോൾ ഷിയർ ഫോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ഫോഴ്സസ് മാത്രമേ കൺസിഡർ ചെയ്യൂ. അതായത് ഇവിടെ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ആണ് എടുക്കുന്നത്, ബെൻഡിങ് മൊമെന്റ് ആണ്. അപ്പൊ അതായത് ഒരു ബീമിനെ ബെൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ ആ ബീമിൽ എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം എത്രത്തോളം മൊമെന്റ് ഉണ്ടാവുന്നു, ആ മൊമെന്റ് കാരണമായിരിക്കും ആ ബീമിന് ബെൻഡിങ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ബീമിന് ഡിഫോർമേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഡിഫോർമേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ഉള്ള മൊമെന്റ് കണ്ടുപിടിക്കണം, ആ ബീമിലെ മൊമെന്റ് കണ്ടുപിടിക്കണം. ആ മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണമെന്നുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കേണ്ട കണ്ടീഷൻ എടുക്കേണ്ടത്, ഇപ്പോ ഇതിലിപ്പോ ഒരു ലെഫ്റ്റ് സെക്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ XX എന്നുള്ള ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. XX എന്നുള്ള ഒരു സെക്ഷൻ ആണ്. നമ്മൾ നേരത്തെ എടുത്ത ആ അതേ ഫിഗറിൽ തന്നെ RA ഉണ്ട്, RB ഉണ്ടാവും. റൈറ്റ് സൈഡിൽ RB ആണ്. അപ്പൊ ഈ ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ XX നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈ കേസിലെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് അറ്റ് XX എന്നുള്ള സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ വെർട്ടിക്കൽ റിയാക്ഷൻ RA മുതൽ XX സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ്, സപ്പോസ് അത് നമ്മൾ AX ആയിട്ട് എടുക്കുകയാണെങ്കിൽ RA ഇൻറ്റു AX. അപ്പോൾ ഈ RA കൊണ്ടുണ്ടാകുന്ന മൊമെന്റ്, ഈ RA കൊണ്ടുണ്ടാകുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഒരു ക്ലോക്ക് വൈസ്, നമ്മളിവിടെ ക്ലോക്ക് വൈസിലുള്ള മൊമെന്റ് ഉണ്ടാവും, ആന്റി ക്ലോക്ക് വൈസിലുള്ള മൊമെന്റ് ഉണ്ടാവും. നമ്മളിവിടെ അതിനെ പോസിറ്റീവ് ആയിട്ട് എടുത്തു. അപ്പൊ RA ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് AX മൈനസ് ഇവിടുത്തെ ഒരു ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് വെർട്ടിക്കലി ഡൗൺവേർഡ് F1 ഇൻറ്റു C മുതൽ X വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ CX ആയിട്ട് എടുക്കുകയാണെങ്കിൽ, സോ RA ഇൻറ്റു AX മൈനസ് F1 ഇൻറ്റു CX മൈനസ് F2 ഇൻറ്റു CX. അപ്പൊ നിങ്ങൾ ഇവിടെ ചോദിക്കാം എന്തുകൊണ്ടാണ് മൈനസ് F1ഉം
മൈനസ് F2 വന്ന എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്നത് RA എന്ന് പറയുന്നത് ഒരു ക്ലോക്ക് വൈസ് ബെൻഡിങ് ഒക്കെ ആണെങ്കിൽ, അതായത് ഈ RA ഫോഴ്സ് ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാരണം ഇവിടെ നമ്മളൊരു ഹിഞ്ചഡ് ജോയിന്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ ഫോഴ്സ് കൊണ്ട് ഈ മൊമെന്റ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ക്ലോക്ക് വൈസ് മൊമെന്റ് RA ഉണ്ടാക്കുകയാണെങ്കിൽ താഴേക്ക് ആക്ട് ചെയ്യുന്ന വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഉണ്ടാക്കുന്നത് ഒരു നെഗറ്റീവ് മൊമെന്റ് ആയിരിക്കും. അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ F1 മുതൽ X വരെയുള്ള ഡിസ്റ്റൻസ് C ഇൻറ്റു എക്സ് അത് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ F2 ഇൻറ്റു D ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. സോ RA ഇൻറ്റു AX മൈനസ് F1 ഇൻറ്റു CX മൈനസ് F2 ഇൻറ്റു DX ആയിരിക്കും ഇവിടുത്തെ അൺബാലൻസ്ഡ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് അറ്റ് ദ സെക്ഷൻ XX. നമ്മളെ ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഡയഗ്രാം ഇനി വരയ്ക്കേണ്ടത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പൊ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ഷിയർ ഫോഴ്സ് എലോങ് ദ ബീം ഈസ് കോൾഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അതായത് ഒരു ബീമിൽ എങ്ങനെയാണ് ഷിയർ ഫോഴ്സ് വേരി ചെയ്യുന്നത്, അത് യൂണിഫോംലി വേരി ചെയ്യാം, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടർ ആവാം, അല്ലെങ്കിൽ പോയിന്റ് ലോഡ് ആവാം. ഏത് കണ്ടീഷൻ ആണെങ്കിലും ഷിയർ ഫോഴ്സ് ഒരു ബീമില് ഏതൊക്കെ പോയിന്റുകളിൽ അല്ലെങ്കിൽ ഓരോ സെക്ഷൻ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെക്ഷൻ ആയിട്ട് നമ്മൾ ഒരു ബീമിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ സെക്ഷനിലും എത്രത്തോളം ഫോഴ്സുകളാണ് വരുന്നത്, ഷിയർ ഫോഴ്സ് അൺബാലൻസ്ഡ് എത്രത്തോളമാണ് ഉള്ളത്, അങ്ങനെ നമ്മൾ ഗ്രാഫിക്കലി കണ്ടുപിടിക്കുന്നതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്, നമ്മൾ ബീമിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ബീമിന്റെ ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ബീമിൽ ബെൻഡിങ് മൊമെന്റ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്. അതായത് ഈസ് എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ബെൻഡിങ് മൊമെന്റ് എലോങ് ദ ബീം ഈസ് കോൾഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇനി നമ്മൾ സൈൻ കൺവെൻഷൻ ആണ് എടുക്കേണ്ടത്. സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ പല ടെക്സ്റ്റുകളിലും നമുക്ക് പല രീതിയിലുള്ള സൈൻ കൺവെൻഷൻ ആയിരിക്കും എടുക്കുന്നത്. എനിവേ നമ്മൾ ഏത് പുസ്തകമാണോ ഫോളോ ചെയ്യുന്നത് ആ മെത്തേഡിൽ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. 2-3 മെത്തേഡുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപക്ഷെ കൺഫ്യൂഷൻ വരാം. അപ്പോൾ സൈൻ കൺവെൻഷനിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഷിയർ ഫോഴ്സിന്റെ സൈൻ നമ്മൾ എങ്ങനെ എടുക്കും. അപ്പോൾ നമ്മൾ നേരത്തെയുള്ള കേസുകളിൽ നമ്മൾ ഷിയർ ഫോഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഷിയർ ഫോഴ്സിൽ റൈറ്റ് സെക്ഷനും പറഞ്ഞു, ലെഫ്റ്റ് സെക്ഷനും പറഞ്ഞു. അപ്പൊ ഇതൊരു ലെഫ്റ്റ് സെക്ഷൻ ആണ്, ഇതൊരു റൈറ്റ് സെക്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷിയർ ഫോഴ്സ് എടുക്കുമ്പോൾ ഈ ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആണെന്ന് പറയുകയാണെങ്കിൽ, ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് സെക്ഷനിൽ കൂടുതൽ ഫോഴ്സ് വരികയും ലെഫ്റ്റ് സെക്ഷനിൽ കുറച്ച് ഫോഴ്സ് കൂടുതൽ കാരണം ലെഫ്റ്റ് സെക്ഷൻ അപ്പ് ആവുകയും റൈറ്റ് സെക്ഷൻ ഡൗൺ ആവുകയും ചെയ്യുകയാണെങ്കിൽ, അതായത് ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആയിട്ട് വരണമെന്ന് പറയണമെങ്കിൽ റൈറ്റ് സെക്ഷൻ ഡൗൺ ആയിരിക്കണം. അതുപോലെ തന്നെ ലെഫ്റ്റ് സെക്ഷൻ അപ്പും ആയിട്ട് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഷിയർ ഫോഴ്സ് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതായത് ഈ കേസിൽ നമ്മൾ റൈറ്റ് ഡൗൺ ആണ് എടുത്തിട്ടുള്ളത്. റൈറ്റ് ഡൗണും ലെഫ്റ്റ് അപ്പും നമ്മൾ പറയുന്നത് ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആയിട്ട് എടുക്കും. അതുപോലെ തന്നെ ഇതിന് നേരെ തിരിച്ച്, അതായത് ലെഫ്റ്റ് ഡൗണും റൈറ്റ് അപ്പും ആയിട്ട് വരുന്ന കണ്ടീഷനെ നമ്മൾ ഷിയർ ഫോഴ്സ് നെഗറ്റീവ് എന്ന് പറയും. അപ്പൊ ഷിയർ ഫോഴ്സ് ഒന്നും കൂടെ നോക്കാം. സൈൻ കൺവെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മെത്തേഡ് ഏതാണോ ഫോളോ ചെയ്യുന്നത്, ഏത് പുസ്തകമാണോ നമ്മൾ റെഫർ ചെയ്യുന്നത് ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ, ഷിയർ പോസിറ്റീവ് ആകണമെങ്കിൽ റൈറ്റ് സൈഡ് ഡൗണും ലെഫ്റ്റ് സൈഡ് അപ്പും ആയിട്ട് വരികയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഹാച്ച് ചെയ്തിരിക്കുന്ന ഈ സെക്ഷൻ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ എടുത്തിരിക്കുന്ന XX എന്നുള്ള ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ സെക്ഷനിൽ നമുക്ക് കഴിയുമ്പോൾ ആ ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണമെങ്കിൽ ഈ സെക്ഷന്റെ റൈറ്റ് സൈഡിലുള്ള നെറ്റ് ഫോഴ്സ് താഴോട്ടും, അതായത് കൂടുതൽ ഫോഴ്സ് ഡൗൺവേർഡും, ലെഫ്റ്റ് സെക്ഷനിൽ അപ്വേർഡുമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ അവനെ പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ഇനി നേരെ തിരിച്ച് അതിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കാം. അതായത് റൈറ്റ് സൈഡ് അപ്പും ലെഫ്റ്റ് സൈഡ് ഡൗണും ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഷിയർ ഫോഴ്സ് നെഗറ്റീവ് എന്ന് പറയും. ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് എങ്ങനെയാണോ എടുക്കുന്നത്, റിയാക്ഷൻ ഒക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അവിടെ ഷിയർ ഫോഴ്സിന്റെ കാര്യം എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് പോസിറ്റീവ് സൈനും എന്താണ് നെഗറ്റീവ് സൈൻ. അവിടെ നമ്മൾ ഒരു സൈൻ കേസ് മാത്രമേ നമ്മൾ എടുത്തു പോവുള്ളൂ. പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണെങ്കിൽ ലെഫ്റ്റ് സെക്ഷൻ അപ്പും റൈറ്റ് സെക്ഷൻ ഡൗണും, നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണെങ്കിൽ റൈറ്റ് സെക്ഷൻ അപ്പും ലെഫ്റ്റ് സെക്ഷൻ ഡൗണുമാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന കണ്ടീഷൻ. ഇനി ബെൻഡിങ് മൊമെന്റ്. അപ്പൊ ബെൻഡിങ് മൊമെന്റിൽ നമ്മൾ നോക്കേണ്ടത്, ഇവിടെ 2 പിക്ചർ തന്നിട്ടുണ്ട്. ഈ 2 പിക്ചറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ബീമിൽ
ഈ ബീമിന്റെ നമ്മൾ മൊമെന്റുകൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് മൊമെന്റും റൈറ്റ് സൈഡിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റും ആണ് നമ്മൾ ആ ബീമിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെ പറയും പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെഫ്റ്റ് സെക്ഷൻ ബീമിന്റെ ലെഫ്റ്റ് സെക്ഷനിൽ ക്ലോക്ക് വൈസും റൈറ്റ് സെക്ഷനിൽ കൗണ്ടർ ക്ലോക്ക് വൈസും വരികയാണെങ്കിൽ നമ്മൾ അതിനെ പറയും പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയും. അപ്പം ബീം എന്ന് പറയുന്നത് ഒരു സാഗിങ് മൊമെന്റ് ആണ് അവർ വരുന്നത്. അതിനെ നമ്മൾ പറയും സാഗിങ് ഈസ് പോസിറ്റീവ് എന്ന് പറയും. സാഗിങ് മൊമെന്റ് ആണ് അവിടെ വരുന്നത്. ഇനി റൈറ്റ് സെക്ഷൻ ക്ലോക്ക് വൈസും അതുപോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസ് ലെഫ്റ്റ് സൈഡിലും വരികയാണെങ്കിൽ ബീമിൽ ബെൻഡിങ് മൊമെന്റ് എടുക്കുമ്പോൾ റൈറ്റ് സെക്ഷനിൽ ക്ലോക്ക് വൈസും ലെഫ്റ്റ് സെക്ഷനിൽ ആന്റി ക്ലോക്ക് വൈസിലുമാണ് ബെൻഡിങ് മൊമെന്റ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ പറയും നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയും. അപ്പൊ ഈ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണെങ്കിൽ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ താഴേക്ക് വരയ്ക്കുള്ളൂ. പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ നമ്മൾ മുകളിലേക്കാണ് വരയ്ക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബെൻഡിങ് മൊമെന്റിന്റെ സൈൻ കൺവെൻഷൻസ് ആണ്. പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഒരു ബീം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ബീമിന്റെ ലെഫ്റ്റ് സെക്ഷനിലുള്ള മൊമെന്റ് ക്ലോക്ക് വൈസും റൈറ്റ് സെക്ഷനിലുള്ള മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ബീമിന്റെ നമ്മൾ സാഗിങ് മൊമെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ സാഗിങ് ഈസ് പോസിറ്റീവ് എന്ന് പറയും. പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ് ആ ബീമിൽ വരുന്നത്. നമ്മൾ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ മുകളിലേക്ക് വരയ്ക്കുള്ളൂ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ. നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ആ ബീമിന്റെ റൈറ്റ് സെക്ഷനിൽ ക്ലോക്ക് വൈസും ലെഫ്റ്റ് സെക്ഷനിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് മൊമെന്റ് വരികയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയും. നമ്മൾ അതിനെ പറയും ഫോഗിങ് ഈസ് നെഗറ്റീവ് എന്ന് പറയും, അല്ലെങ്കിൽ ഫോഗിങ് മൊമെന്റ് എന്ന് പറയും. നമ്മൾ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കേണ്ടത്? ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഫസ്റ്റ് കോഴ്സ് ഔട്ട്കം, സ്പെസിഫിക് ഔട്ട്കം എന്ന് പറയുന്നത് ഡ്രോയിങ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ ഷിയർ ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫോർ കാൻഡിലിവർ വിത്ത് പോയിന്റ് ലോഡ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ വരയ്ക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് കാൻഡിലിവർ ബീം, അതായത് ടൈപ്പ് ഓഫ് ബീമിൽ കാൻഡിലിവർ ബീം ആണ് എടുക്കുന്നത്. ലോഡിംഗ് കണ്ടീഷനിൽ പോയിന്റ് ലോഡാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കാൻഡിലിവർ ബീം വിത്ത് പോയിന്റ് ലോഡിന്റെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ ഡെറിവേഷനിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കിയിട്ട് ഡെറിവേഷനിലേക്ക് വരാം, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാൻഡിലിവർ തന്നിട്ടുണ്ട്. സപ്പോസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എ കാൻഡിലിവർ ഓഫ് 3 meter ലോങ് carries a two point loads 4 kilonewton each, one placed at free end and other at 2 meter apart from the free end. Draw shear force and bending moment diagram. അപ്പൊ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പറയുന്നത് ഒരു കാൻഡിലിവർ ബീം ഉണ്ട്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 3 meter ലോങ് ആണ്. അതിന്റെ ഫ്രീ എൻഡിൽ ഒരു 4 kilonewton ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ എൻഡിൽ നിന്ന് 1 meter ബിഹൈൻഡ് ആയിട്ട് 4 kilonewton ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ നോക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ്. അപ്പൊ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഷിയർ ഫോഴ്സുകൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഷിയർ ഫോഴ്സ് നമ്മൾ എടുക്കാൻ വേണ്ടി എളുപ്പ വഴി എന്ന് പറയുന്നത്, നമ്മൾ ഒരു സെക്ഷൻ എക്സ് എടുത്താണ് നമ്മൾ ഡിറൈവ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ എക്സ് എടുത്താണ് പോകുന്നത്. നമുക്ക് ആദ്യം നമുക്ക് ഫോഴ്സ് മാത്രം വെച്ചിട്ട് എടുക്കാം, അതാണ് എളുപ്പ വഴി. അപ്പൊ നമ്മൾ ഈ സി എന്നുള്ള ആദ്യം ഫ്രീ എൻഡ് എടുക്കാം. കാൻഡിലിവർ ബീമിൽ എപ്പോഴും നമ്മൾ ഒരു ബീമിൽ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഷിയർ ഫോഴ്സ് ആണ്. കാൻഡിലിവറിൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത് റൈറ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങേണ്ടത്, അതായത് ഫ്രീ എൻഡിൽ നിന്ന് തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല ആൻസർ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് എൻഡ്, അതായത് ഫ്രീ എൻഡിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. അപ്പൊ ഫ്രീ എൻഡിൽ നമുക്ക് ഇവിടെ ഒരു സി എന്നുള്ള പോയിന്റ് ഉണ്ട്. ഇതിൽ നമ്മൾ 4 kilonewton ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഷിയർ ഫോഴ്സ് അറ്റ് 4 എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ നേരെ താഴേക്കാണ് നമുക്ക് ഫോഴ്സ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് വെർട്ടിക്കൽ ഫോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അറ്റ് ദാറ്റ് സെക്ഷൻ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് നമുക്ക് ഇവിടെ വരുന്നത് എന്ന് പറയുന്നത് 4 kilonewton നമ്മൾ താഴോട്ട് പോസിറ്റീവ് ആയിട്ടാണ് എടുക്കണമെങ്കിൽ നമ്മൾ 4 kilonewton പ്ലസ് ആയിട്ട് എടുക്കുക. ചില പുസ്തകങ്ങളിൽ ഒരു പക്ഷേ ഇതിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കണമെങ്കിൽ നമ്മൾ 4 kilonewton താഴോട്ടുള്ളതിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്. ഈ കേസിൽ നമ്മളിവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് താഴോട്ടുള്ള മൊമെന്റ് ഫോഴ്സസിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട്, ഷിയർ ഫോഴ്സ് താഴോട്ടാണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കും. അപ്പൊ ഇവിടെ ഫോഴ്സ് 4 kilonewton നേരെ താഴോട്ടാണ് ആക്ട് ചെയ്യുന്ന പോയിന്റ് സിയിൽ. അപ്പൊ ഷിയർ ഫോഴ്സ് അറ്റ് സി എന്ന് പറയുന്നത്, ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് 4 kilonewton. അതായത് ഈ സി എന്നുള്ള പോയിന്റ് ഇക്വിലിബ്രിയത്തിൽ വരണമെങ്കിൽ, അല്ലെങ്കിൽ ആ കണ്ടീഷനിൽ ഇങ്ങനെ തന്നെ ആ ബീമിനെ നമുക്ക് വരച്ച് നിർത്തണമെങ്കിൽ ആ സി എന്നുള്ള പോയിന്റിൽ ഇക്വിലിബ്രിയത്തിൽ നമുക്കൊരു ഷിയർ ഫോഴ്സ് വരണം. ആ ഷിയർ ഫോഴ്സിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്
4 കിലോ ന്യൂട്ടൺ ആയിരിക്കണം, ഇത് പ്ലസ് ആയിരിക്കണം. ഇനി അടുത്തത് ബി മുതൽ സി വരെ എടുത്തു കഴിഞ്ഞാൽ സിയിലുള്ള പോയിന്റിന്റെ ഷിയർ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ 4 കിലോ ന്യൂട്ടൺ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയിൽ 4 കിലോ ന്യൂട്ടൺ ഫോഴ്സ് എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നേരെ താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഉള്ള ഷിയർ ഫോഴ്സ്, അൺബാലൻസ്ഡ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് പ്ലസ് 4 കിലോ ന്യൂട്ടൺ ആണ്. ഇനി സി മുതൽ ബി വരെ ഇടയ്ക്ക് വേറെ ഒരു ലോഡും ആക്ട് ചെയ്യുന്നില്ല, ബിയിൽ മാത്രമേ ലോഡ് ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോയി ടോട്ടൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ സി എന്നുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത് ബി എന്നുള്ള പോയിന്റാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബി മുതൽ സി വരെയുള്ള ഷിയർ ഫോഴ്സ് ആണ് എടുക്കേണ്ടത്. അപ്പം ഷിയർ ഫോഴ്സ് ബിറ്റ്വീൻ ബി ആൻഡ് സി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സെക്ഷൻ എടുത്താണ് കണ്ടുപിടിക്കുന്നത്. അത് ഡെറിവേഷൻ നമുക്ക് മനസ്സിലാവും. നമുക്കിപ്പോൾ നമ്മൾ നോക്കേണ്ടത് സി മുതൽ ബി വരെ എത്ര അൺബാലൻസ്ഡ് ഷിയർ ഫോഴ്സ് ഉണ്ട്. അപ്പൊ സി മുതൽ ബി വരെ ഇടയിലുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 4 തന്നെ വരുള്ളൂ, വേറെ ഒരു ഫോഴ്സും വരാത്തതുകൊണ്ട് നമുക്ക് 4 തന്നെ ഉള്ളൂ. നമുക്ക് ഇവിടെ ബിയിലുള്ള ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ബിയിലുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ബി മുതൽ സി വരെയുള്ള സെക്ഷൻ കൺസിഡർ ചെയ്യുക, ബി മുതൽ സി വരെയുള്ള സെക്ഷൻ കൺസിഡർ ചെയ്യുക. സിയിൽ 4 കിലോ ന്യൂട്ടൺ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ബിയിൽ 4 കിലോ ന്യൂട്ടൺ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിയിൽ ഉള്ള നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുന്നത് ഇവിടെ ഉള്ള 4 പ്ലസ് ഇവിടെ ഉള്ള 4 ആയിരിക്കും. അപ്പൊ ടോട്ടൽ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുന്നത് 8 കിലോ ന്യൂട്ടൺ ആയിരിക്കും. ശ്രദ്ധിക്കേണ്ടത് സി മുതൽ ബി വരെ വേറെ ഒരു ലോഡും തന്നിട്ടില്ല. ഇന്റർമീഡിയറ്റ് ആയിട്ട് വേറെ ലോഡ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ലോഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ലോഡും കൂടെ കൺസിഡർ ചെയ്യണം. ആ ലോഡൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. സി മുതൽ ബി വരെ അല്ലെങ്കിൽ ബി സി എന്നുള്ള സെക്ഷനിലുള്ള ബിയിലുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് താഴോട്ടുള്ള അൺബാലൻസ്ഡ് എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ സമ്മപ്പ് ആയിരിക്കും, 4 + 4 ആയിരിക്കും. അതാണ് 8 കിലോ ന്യൂട്ടൺ ഇവിടെ എടുത്തിരിക്കുന്നത്. ദെൻ ഷിയർ ഫോഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എയ്ക്കും ബിക്കും ഇടയിൽ വേറെ ഒരു ലോഡും ഇല്ലാത്തത് കൊണ്ട്, എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന വേറെ ഒരു ലോഡും ഇല്ലാത്തത് കൊണ്ട് എ മുതൽ ബി വരെയുള്ള സെക്ഷനിൽ സെയിം ഷിയർ ഫോഴ്സ് തന്നെ ആയിരിക്കും, അതായത് 8 കിലോ ന്യൂട്ടൺ തന്നെ ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഡയഗ്രാമാണ് ഈ വരച്ചിരിക്കുന്നത്. ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഈ ഫ്രീ ബോഡി ഡയഗ്രാം, അതായത് സപ്പോർട്ടും ആ ലോഡുകളും എല്ലാം കാണിച്ചുകൊണ്ടുള്ള ഡയഗ്രത്തിൽ നമ്മൾ ഡിസ്റ്റൻസുകളൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാര്യം മൊമെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് സി എന്നുള്ള പോയിന്റ് എടുക്കും. റൈറ്റ് സെക്ഷനിൽ നമ്മൾ തുടങ്ങുന്നത്, റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് മൊമെന്റ് എടുക്കുന്നത്. ഷിയർ ഫോഴ്സിലും അങ്ങനെയാണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. അപ്പൊ സിയിലുള്ള നമ്മൾ മൊമെന്റ് എടുക്കും. നമ്മൾ സി എന്നുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ സി എന്നുള്ള പോയിന്റിലേക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് 4 കിലോ ന്യൂട്ടൺ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. അവിടെ വേറെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഇല്ല. അപ്പൊ ഒരു സിംഗിൾ പോയിന്റിലേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യണമെങ്കിൽ ആ ഫോഴ്സ് കൊണ്ട് അവിടെ ഒരു മൊമെന്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ മൊമെന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വന്നാൽ മാത്രമേ നമുക്ക് മൊമെന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സിയിലുള്ള മൊമെന്റ് എന്ന് പറയുന്നത് 4 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ സിയിലുള്ള മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0 ആണ്. ബി മുതൽ സി വരെയുള്ള മൊമെന്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു XX എന്നുള്ള ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യും. ഈ XX എന്നുള്ള ഒരു സെക്ഷനിലുള്ള മൊമെന്റ് എടുക്കണം. സപ്പോസ് ഞാൻ ഇവിടെ ഒരു XX എന്നുള്ള ഒരു സെക്ഷൻ എടുക്കുകയാണ്. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം റൈറ്റ് എൻഡ്, സി എന്നുള്ള എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള ഒരു സെക്ഷൻ എടുക്കുകയാണ് XX. അങ്ങനെയാണെങ്കിൽ ഈ XX എന്നുള്ള സെക്ഷനിലുള്ള മൊമെന്റ് എടുക്കാം. അപ്പൊ XX എന്നുള്ള സെക്ഷനിലുള്ള മൊമെന്റ് എടുക്കണമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മൊമെന്റ് അബൌട്ട് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മൊമെന്റ് അബൌട്ട് എക്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 4 കിലോ ന്യൂട്ടൺ ആണ്. അപ്പൊ ഈ 4 കിലോ ന്യൂട്ടൺ ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. നമ്മൾ ഇവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ താഴോട്ട് ആക്ട് ചെയ്യുന്ന 4 ഇൻറ്റു ഇവിടുത്തെ എക്സ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബെൻഡിങ് മൊമെന്റ് എടുക്കുമ്പോൾ ഈ ഒരു സൈൻ കൺവെൻഷനിൽ, അതായത് ഞാൻ ഈ ഫോളോ ചെയ്യുന്നതിലെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് ബെൻഡിങ് മൊമെന്റ് ക്ലോക്ക് വൈസ് ആണ് ബെൻഡിങ് മൊമെന്റ് എങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓർത്തിരിക്കുക, ബെൻഡിങ് മൊമെന്റ് ഉണ്ടാക്കുന്നത് ക്ലോക്ക് വൈസ് ബെൻഡിങ് മൊമെന്റ് ആണ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് നെഗറ്റീവ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോ 4 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഇൻറ്റു എക്സ് ഡിസ്റ്റൻസ്,
അപ്പോൾ 4 കിലോ ന്യൂട്ടൺ ഇൻറ്റു എക്സ് ആണ് ഇവിടുത്തെ എക്സ് എന്നുള്ള സെക്ഷനിലുള്ള മൊമെന്റ്. അതായത് അത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. അപ്പം -4 ഇൻറ്റു എക്സ് ആയിരിക്കും, എക്സ് കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും ഈ എക്സ് സെക്ഷനിലുള്ള മൊമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ബി എടുക്കുമ്പോൾ നമുക്കറിയാം ഇത് മുതൽ സി മുതൽ എക്സ് വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ സി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ മൊമെന്റ് അറ്റ് എക്സ് കണ്ടുപിടിച്ച അതേ ഇക്വേഷനിൽ എക്സിന് വരെ 1 മീറ്റർ ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് ബിയിലുള്ള മൊമെന്റ് കിട്ടും. ദെൻ ബിയിലുള്ള മൊമെന്റ് അറ്റ് എക്സ് ഈക്വൽ ടു 1 മീറ്റർ, ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എം ബി ഈക്വൽ ടു -4 ഇൻറ്റു 1. അവിടെയും ഈ -4 ഇൻറ്റു 1 വന്നത് അവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് ഉണ്ടാക്കുന്നത്, അത് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ക്ലോക്ക് വൈസ് മൊമെന്റ് ഓൾവേസ് ടേക്കൺ ആസ് നെഗറ്റീവ്. സോ -4 ഇൻറ്റു 4 കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും അറ്റ് സെക്ഷൻ ബിയിലുള്ള ബെൻഡിങ് മൊമെന്റ്. ദെൻ ബെൻഡിങ് മൊമെന്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് എന്നുള്ള സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. എക്സ് എന്നുള്ള സെക്ഷനിലുള്ള ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എക്സിലുള്ള മൊമെന്റ് എന്ന് പറയുന്നത് -4 ഇൻറ്റു എക്സ് ആണ്. നമുക്ക് എക്സിലുള്ള മൊമെന്റ് തന്നിട്ടുള്ളത് എം എക്സ് ഈക്വൽ ടു -4 ഇൻറ്റു എക്സ് ആണ് എക്സിലുള്ള മൊമെന്റ്. ദെൻ ബി മുതൽ എക്സ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. എം എക്സ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബി മുതൽ എക്സ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 - എക്സ് ആയിരിക്കും. അതായത് സി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ ആണെങ്കിൽ സി മുതൽ എക്സ് വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ബി മുതൽ എക്സ് വരെയുള്ള ഡിസ്റ്റൻസ് 1 - എക്സ് മീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെക്ഷൻ എക്സ് എന്ന് പറയുന്നത് കൺസിഡറിങ് ദ ടു ഫോഴ്സസ്, അതായത് ഇവിടെ സിയിലുള്ള ഫോഴ്സും ബിയിലുള്ള ഫോഴ്സും കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് എന്ന് പറയുന്നത് -4 ഇൻറ്റു എക്സ് മൈനസ്, ഇവിടെ നമുക്കറിയാം ഇതൊരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് ഉണ്ടാക്കുന്നത്, അത് നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഇവിടെ നമ്മൾ ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അതിനെടുക്കുന്നത് -4 ഇൻറ്റു ഇവിടെ താഴോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അപ്പൊ -4 ഇൻറ്റു എക്സ് -1 ആയിരിക്കും ഇവിടുത്തെ ഡിസ്റ്റൻസ്. ഇനി അറ്റ് എക്സ് ഈക്വൽ ടു 3 നമുക്കറിയാം എ എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സി മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 മീറ്റർ ആയിരിക്കും. ടോട്ടൽ ലെങ്ത് 3 മീറ്റർ ആണ്. അപ്പോൾ അവിടെ എക്സ് ഈക്വൽ ടു നമുക്ക് 3 കൊടുക്കാം. എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊമെന്റ് അറ്റ് എ എന്നുള്ള പോയിന്റിലുള്ള മൊമെന്റ് കിട്ടും. സോ -4 ഇൻറ്റു 3 -4 ഇൻറ്റു 3 - 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊമെന്റ് അറ്റ് എ എന്നുള്ള പോയിന്റിലെ മൊമെന്റ് കിട്ടും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -4 ഇൻറ്റു 3 -4 ഇൻറ്റു 3 - 1, അതായത് -12 -8 ആണ് വരുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -20 കിലോ ന്യൂട്ടൺ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് ഷിയർ ഫോഴ്സ് ഓഫ് ദ സെക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു, ബെൻഡിങ് മൊമെന്റ് ഓഫ് ദ ബീം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് നമ്മളെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് സിയും ബിയും എയും എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ താഴെ വീണ്ടും എടുത്ത് എഴുതണം. കണ്ടുപിടിച്ച ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എത്രയാണ്, ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എത്രയാണ്, ബെൻഡിങ് മൊമെന്റ് അറ്റ് എ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത് എഴുതുക. അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതും ഷിയർ ഫോഴ്സ് അറ്റ് സി എത്രയാണ്, ഷിയർ ഫോഴ്സ് അറ്റ് ബി എത്രയാണ്, ഷിയർ ഫോഴ്സ് അറ്റ് എ എത്രയാണ്, അതത്രയും നമ്മൾ എഴുതി വെക്കുക സെപ്പറേറ്റ്. ഇനി നമ്മൾ അതിന്റെ ഡയഗ്രത്തിലേക്ക് പോവുകയാണ്. ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സും ശ്രദ്ധിക്കുക, ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കണം. അപ്പൊ നമ്മൾ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള അതേ ഫിഗർ, അതായത് ആ കാൻഡിലിവർ ബീമിന് അതുപോലെ തന്നെ വരയ്ക്കണം, വിത്ത് സപ്പോർട്ട് ഫിക്സഡ് അറ്റ് 1 എൻഡ്, പോയിന്റുകൾ എ ബി ആൻഡ് സി, ലോഡ് എക്സ്റ്റേണൽ ലോഡ് 4 കിലോ ന്യൂട്ടൺ, അതുപോലെ തന്നെ തന്നിട്ടുള്ള ബി സി പോയിന്റിലുള്ള ലോഡ് എല്ലാം കാണിച്ചുണ്ട്. അതുപോലെ തന്നെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 3 മീറ്റർ ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്കെയിൽ 1 മീറ്റർ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമ്മൾ 2 സെന്റിമീറ്റർ ആയിരിക്കാം ഏറ്റെടുക്കാം. 2 മീറ്റർ എന്ന് പറയുന്നത് ഒരു 4 സെന്റിമീറ്റർ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഒരു സ്കെയിൽ എടുത്ത് അപ്രോക്സിമേറ്റ് സ്കെയിൽ എടുത്ത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ ലോഡ് എല്ലാം കൃത്യമായിട്ട് ഈ ബീമിൽ കാണിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. അപ്പൊ ഇനി ചെയ്യേണ്ടത് ഓരോ പോയിന്റ് സിയും ബിയും എ എന്നുള്ള പോയിന്റുകളിൽ നിന്ന് നേരെ വെർട്ടിക്കലായിട്ട് ഓരോ ലൈനുകൾ വരച്ചിടുക. സിയിൽ നിന്ന് വെർട്ടിക്കൽ ലൈൻ, ബിയിൽ നിന്ന് വെർട്ടിക്കൽ ലൈൻ, എയിൽ നിന്ന് വെർട്ടിക്കൽ ആയിട്ടുള്ള ഓരോ ലൈനുകൾ വരച്ചിടുക. അപ്പോൾ ഈ ഓരോ ലൈനുകൾ നമ്മൾ വരച്ചിട്ട് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്
ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഷിയർ ഫോഴ്സ് ഡയഗ്രമാണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം ഒരു ബേസ് ലൈൻ നമ്മൾ വരയ്ക്കണം. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ താഴോട്ട് മാറ്റിയിട്ട് ഈ വെർട്ടിക്കലായിട്ട് നമ്മൾ ലൈനുകൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് വെർട്ടിക്കലായിട്ട് വരച്ചു. അതിനുശേഷം ഒരു ബേസ് ലൈൻ വരയ്ക്കുക. സീറോ ലൈൻ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. ബേസ് ലൈൻ വരയ്ക്കാം. ഈ ബേസ് ലൈൻ വരച്ച ശേഷം നമുക്ക് തന്നിരിക്കുന്ന ഷിയർ ഫോഴ്സ് അതിനൊരു അപ്രോക്സിമേറ്റ് സ്കെയിലിലോട്ട് എടുക്കുക. ഫോർ എക്സാമ്പിൾ 1 കിലോ ന്യൂട്ടൺ ഈക്വൽ ടു 1 കിലോ ന്യൂട്ടൺ ഈക്വൽ ടു 1 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 2 കിലോ ന്യൂട്ടൺ ഈക്വൽ ടു 1 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 4 കിലോ ന്യൂട്ടൺ ഈക്വൽ ടു 1 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം, ഒരു പർട്ടിക്കുലർ സ്കെയിൽ. അങ്ങനെയാണെങ്കിൽ ഈ സിയിലുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 4 കിലോ ന്യൂട്ടൺ ആണ്. അത് പ്ലസ് ആണ് ഷിയർ ഫോഴ്സ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ മുകളിലോട്ടാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കേണ്ടത്. ബേസ് ലൈൻ നമ്മൾ വരച്ച ശേഷം അവിടെ നിന്ന് മുകളിലേക്കാണ് ഷിയർ ഫോഴ്സ് മുകളിലോട്ടാണ് വരയ്ക്കേണ്ടത്, ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആണെങ്കിൽ. അപ്പൊ നമുക്കറിയാം സിയിലുള്ള ഷിയർ ഫോഴ്സ് പ്ലസ് 4 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ സിയിൽ നിന്ന്, അതായത് ഈ ബേസ് ലൈൻ സീറോയിൽ നിന്ന് 4 കിലോ ന്യൂട്ടൺ ആയിട്ട് ഒരു 1 സെന്റിമീറ്റർ സ്കെയിൽ, 4 കിലോ ന്യൂട്ടൺ ഈക്വൽ ടു 1 സെന്റിമീറ്റർ സ്കെയിൽ എടുത്തിട്ട് ഒരു വെർട്ടിക്കലി 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. അപ്പൊ അവിടെ സിയിലുള്ള ഷിയർ ഫോഴ്സ് ആയി പ്ലസ് ആണ് വാല്യൂ. ഇനി സി മുതൽ ബി വരെ വേറെ ഒരു ഫോഴ്സും ഇല്ല. അപ്പൊ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ രണ്ട് ബീമിന്റെ രണ്ട് പോയിന്റുകൾക്കിടയിൽ വേറെ ഒരു ഫോഴ്സും ഇല്ലെങ്കിൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ശ്രദ്ധിക്കുക, ഹൊറിസോണ്ടലി സ്ട്രൈറ്റ് ലൈൻ. കാന്റിലിവർ ബീമിലാണ് നമ്മൾ അങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ സിക്കും ബിക്കും ഇടയിൽ വേറെ ഒരു ഫോഴ്സും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ഇനി അടുത്ത് ബി എന്നുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ബിയിലുള്ള ടോട്ടൽ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് പ്ലസ് 8 കിലോ ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പൊ വരച്ചിരിക്കുന്നത് 4 കിലോ ന്യൂട്ടൺ വരെ ആയിട്ടുള്ളൂ വരച്ചത്. അപ്പോൾ ഇനി ബാലൻസ് 4 കിലോ ന്യൂട്ടണിൽ വരയ്ക്കണം. ആ 4 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് നേരെ ആ വെർട്ടിക്കൽ ലൈനിൽ നമ്മൾ 1 സെന്റിമീറ്റർ ആയിട്ട് വരയ്ക്കുക. സ്കെയിൽ 4 കിലോ ന്യൂട്ടൺ ഈക്വൽ ടു 1 സെന്റിമീറ്റർ എടുത്ത് നേരെ വെർട്ടിക്കലായിട്ട് വരയ്ക്കുക. ഇനി ബി മുതൽ എ വരെ വേറെ ഒരു റിയാക്ഷൻസും തന്നിട്ടില്ല, അതായത് എക്സ്റ്റേണൽ ലോഡ് ഒന്നും തന്നിട്ടില്ല ബി മുതൽ എ വരെ. അപ്പൊ അവിടെയും ഒരു ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. കാന്റിലിവർ ബീമിൽ അങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ, ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ. വേറെ ഒരു ലോഡും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വരയ്ക്കുന്നത്. ഇനി എയിലുള്ള ടോട്ടൽ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് പ്ലസ് 8 കിലോ ന്യൂട്ടൺ. അപ്പൊ നമുക്ക് ഇതിനെ എയിലുള്ള പ്ലസ് 8 കിലോ ന്യൂട്ടൺ ആയി. അപ്പൊ നമുക്ക് അതിനെ ക്ലോസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ക്ലോസ് ചെയ്ത ശേഷം ഇതിന്റെ ഏരിയ, അകത്തേക്കുള്ള ഏരിയ നമ്മൾ എടുക്കുന്നുണ്ട്, അകത്തേക്കൊന്ന് ജസ്റ്റ് ഹാച്ച് ചെയ്ത് കാണിച്ചേക്കുക. പോസിറ്റീവ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഷിയർ ഫോഴ്സ്. അപ്പൊ ഷിയർ ഫോഴ്സ് ആണ് ഇവിടെ വരയ്ക്കുന്നത്. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ വെർട്ടിക്കൽ ലൈൻ, സിയിൽ നിന്ന് വെർട്ടിക്കൽ ലൈൻ, ബിയിൽ നിന്ന് വെർട്ടിക്കൽ ലൈൻ, എയിൽ നിന്ന് വെർട്ടിക്കൽ ലൈൻ നേരെ താഴേക്ക് വരച്ചിട്ടുണ്ട്. ഒരു സീറോ ലൈൻ നമ്മൾ ആദ്യം വരയ്ക്കുക. സീറോ ബെൻഡിങ് മൊമെന്റിന്റെ ലൈൻ. ഈ സീറോ ലൈനിൽ നിന്ന് സിയിലുള്ള ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ആ 0 പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ബിയിലുള്ള ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബിയിലുള്ള ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് 4 × 1 ആയിരിക്കും. അപ്പൊ -4 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് ബിയിലുള്ള ബെൻഡിങ് മൊമെന്റ് വാല്യൂ. അപ്പൊ നമ്മൾ അതിനൊരു ബെൻഡിങ് മൊമെന്റിനും അതുപോലെ ഒരു സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യുക. 1 സെന്റിമീറ്റർ ഈക്വൽ ടു 4 കിലോ ന്യൂട്ടൺ ഒരു സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം ഈ വെർട്ടിക്കൽ ലൈൻ, ബിയിൽ നിന്നുള്ള ഈ വെർട്ടിക്കൽ ലൈൻ, ഈ സീറോയിൽ നിന്ന് ബിയിൽ നിന്ന് നേരെ താഴേക്ക് 1 സെന്റിമീറ്റർ വരയ്ക്കുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സി മുതൽ ബി വരെ വേറെ ഒരു ലോഡും ഇല്ല എങ്കിൽ കാന്റിലിവർ ബീമിൽ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് പോയിന്റ് ലോഡാണ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ വരയ്ക്കാൻ പറ്റുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ, ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും വരയ്ക്കാൻ പറ്റുന്നത് ബെൻഡിങ് മൊമെന്റ്. അതായത് ഓരോ പോയിന്റ്, നമുക്കറിയാം ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഓരോ ഡിസ്റ്റൻസ് മാറുന്തോറും മൊമെന്റിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ബിയിലേക്ക് വരുന്നതോറും ഈ 4 കിലോ ന്യൂട്ടൺ ഉണ്ടാക്കുന്ന മൊമെന്റ് എന്ന് പറയുന്നത് മാക്സിമം വരും. 4 × 1 കിലോ ന്യൂട്ടൺ മീറ്റർ വരും മൈനസ്. അതുകൊണ്ട് ഇവിടെ നിന്ന് നേരെ സീറോയിൽ നിന്ന് നേരെ ഒരു ഇൻക്ലൈൻ ലൈൻ ഈ 1 സെന്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തതിലേക്ക് വരയ്ക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ബി മുതൽ എ വരെ വേറെ ഒരു മൊമെന്റും വേറെ എക്സ്റ്റേണൽ ലോഡൊന്നും ഇല്ല. അതുപോലെ തന്നെ എയിലുള്ള മൊമെന്റ് നമുക്ക് കണ്ടുപിടിച്ച് കിട്ടിയത് -20 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. നെഗറ്റീവ് മൊമെന്റ് ആണ്. അപ്പൊ നെഗറ്റീവ് മൊമെന്റ് ആയതുകൊണ്ട് നമ്മൾ താഴോട്ട് തന്നെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ബി മുതൽ എ വരെ വേറെ ഒരു ലോഡും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. പോയിന്റ് ലോഡ് ആയതുകൊണ്ട് മാത്രം നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പൊ ബിയിൽ നിന്ന് ഈ പോയിന്റ് നമ്മൾ വരച്ചു. ഈ പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മൾ അതിനെ സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യണം. 4 കിലോ ന്യൂട്ടൺ ഈക്വൽ ടു 1 സെന്റിമീറ്റർ. സോ 20 കിലോ ന്യൂട്ടൺ ഈക്വൽ ടു 5 സെന്റിമീറ്റർ വരും. അപ്പോൾ ഇവിടെ നിന്ന് സീറോ ലൈനിൽ നിന്ന് 5 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് വെർട്ടിക്കലി മാർക്ക് ചെയ്യുക. ഇത് മുതൽ ഈ പോയിന്റ് വരെ നമ്മൾ ഒരു ഇൻക്ലൈൻ ലൈൻ വരയ്ക്കുക.
അപ്പോൾ ഇതിന്റെ അകത്തുള്ള ഏരിയയാണ് നമ്മൾ എടുക്കുന്നത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ. അത് നെഗറ്റീവായിട്ട് കാണിക്കുക, ക്യാച്ച് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്ന പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഈ ബീമിൽ ഇനി ഏതൊരു സെക്ഷനിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാലും ആ പോയിന്റിലുള്ള ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും ഈ ഡയഗ്രത്തിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റിന് ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, കാന്റിലിവർ ബീമിന്റെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പൊ ഇവിടെ നമുക്കൊരു 2 പോയിന്റിലോടാണ് തന്നിരിക്കുന്നത്. കാന്റിലിവർ ബീമിന്റെ 2 പോയിന്റിലോട് തന്നിട്ടുണ്ട്. അപ്പൊ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന അതേ ബീമിനെ തന്നെ വരച്ചു. സി, ബി, എ എന്നുള്ള പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്തു. എക്സ്റ്റേണൽ ഫോഴ്സ് 4 kN എല്ലാം മാർക്ക് ചെയ്ത് കാണിച്ചു. അതിനുശേഷം ഷിയർ ഫോഴ്സ് ആയിട്ട് സി എടുക്കുക. ഷിയർ ഫോഴ്സ് ആയിട്ട് സി എടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു സിയിലേക്ക് ഒരു 4 kN എക്സ്റ്റേണലി ലോഡാണ് ആക്ട് ചെയ്യുന്നത്. അത് നേരെ താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ അതിന് അവിടുത്തെ അൺബാലൻസ്ഡ് ഷിയർ ഫോഴ്സ്, താഴോട്ടുള്ള ലോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 4. അപ്പൊ നമ്മൾ അവിടെ ഉള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 4 ആയിട്ട് എടുക്കുക. അൺബാലൻസ്ഡ് ഫോഴ്സ് മുകളിലോട്ടാണ് വരുന്നത്, നമ്മൾ അതിനെ +4 ആയിട്ട് എടുത്തു. ഇനി ഷിയർ ഫോഴ്സ് മുകളിലോട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ എഴുതിയത്, +4 ആയിട്ട് എടുത്തു അവിടുത്തെ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഇത്രയേ ഉള്ളൂ. ഈ സി എന്നുള്ള പോയിന്റ് ഇക്വിലിബ്രിയത്തിൽ വരണമെങ്കിൽ അവിടെ ഒരു മുകളിലേക്ക് ഒരു ഫോഴ്സ് 4 kN വന്നാലേ ഇക്വിലിബ്രിയം ആവുള്ളൂ. താഴോട്ടുള്ള ഫോഴ്സ് നെഗറ്റീവ് ആയിട്ട് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് ഒരു +4 kN വന്നാലേ ആ സി എന്നുള്ള പോയിന്റ് ഇക്വിലിബ്രിയത്തിൽ വരുള്ളൂ. അതാണ് ഈ പോയിന്റിലുള്ള, അതായത് നേരെ നമ്മൾ താഴോട്ടാണ് ഫോഴ്സ് വരികയാണെങ്കിൽ അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് +4 kN എടുത്താൽ മതി. ബി മുതൽ സി വരെ നമുക്ക് വേറെ ഒരു ഫോഴ്സും ഇല്ല. അപ്പോൾ ആ ഒരു ഫോഴ്സും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബിയിലുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇവിടെ താഴേക്ക് ഒരു +4 ഉണ്ട്, താഴേക്ക് ഒരു +4 ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടിനെയും കൂടെ സമപ്പായിരിക്കും. നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആൾജിബ്രായിക് സം ആണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ആൾജിബ്രായിക് സം ആയതുകൊണ്ട് തന്നെ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് സെക്ഷനിൽ ആൾജിബ്രായിക് സം ആണ് ഷിയർ ഫോഴ്സ്. സോ 4 + 4 എന്ന് പറയുന്നത് 8 ആയിരിക്കും അവിടുത്തെ ബിയിലുള്ള അൺബാലൻസ്ഡ് ഷിയർ ഫോഴ്സ്. ദെൻ എക്കും ബിക്കും ഇടയിൽ വേറെ ഒരു ലോഡും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള അതേ ഷിയർ ഫോഴ്സ് തന്നെ ആയിരിക്കും എയിലും വരുന്നത്. അപ്പൊ ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് റൈറ്റ് സൈഡിലുള്ള അൺബാലൻസ്ഡ് ടോട്ടൽ ഫോഴ്സ് 8 kN ആയിരിക്കും. അടുത്തത് ഷിയർ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാം. അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കണ്ടുപിടിക്കാൻ വേണ്ടി ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ സിയിൽ നിന്ന് നമ്മൾ ഒരു സിയിലുള്ള ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ 4 എന്നുള്ള ഫോഴ്സ് വേറെ ഒരു മൊമെന്റ് ഉണ്ടാക്കില്ല. ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0 ആണ്. അതുകൊണ്ട് അവിടെ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറയുന്നത് 0 ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, അതായത് 0. ദെൻ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ആൻഡ് സി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു എക്സ് എന്നുള്ള ഒരു സെക്ഷൻ നമ്മൾ എടുക്കുകയാണ്. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് സിയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള ഒരു സെക്ഷൻ എടുത്തു. ഈ സിയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള സെക്ഷനിലുള്ള മൊമെന്റ് നമ്മൾ ആദ്യം mx കണ്ടുപിടിക്കുകയാണ്. mx എന്ന് പറയുന്നത് 4 ഇൻറ്റു താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 4 ആണ്. 4 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ് ആയതുകൊണ്ട് തന്നെ ഈ 4 ഫോഴ്സ് ഉണ്ടാക്കുന്നത് ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. നമ്മൾ അതിനെ പറയുന്നത് ക്ലോക്ക് മൊമെന്റ് നമ്മളിവിടെ സൈൻ കൺവെൻഷനിൽ എടുക്കുന്നത് നമ്മളിവിടെ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് -4 ഇൻറ്റു എക്സ് ആണ് ആ എക്സ് സെക്ഷനുള്ള മൊമെന്റ്. സോ -4 ഇൻറ്റു എക്സ് kN ആയിരിക്കും എക്സിലുള്ള മൊമെന്റ്. ദെൻ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഈക്വൽ ടു 1 മീറ്റർ എന്ന് പറയുന്നത് ബിയിലുള്ള ബെൻഡിങ് മൊമെന്റ് ആണ്. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എന്ന് പറയുന്നത് എക്സിന് പകരം 1 മീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ എം ബി ഈക്വൽ ടു -4 ഇൻറ്റു ഇവിടുത്തെ 4 ഇൻറ്റു എക്സിന് പകരം എക്സ് ഈക്വൽ ടു 1 മീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ബി കിട്ടും. സോ -4 ഇൻറ്റു 1 ആണ് അവിടുത്തെ ബെൻഡിങ് മൊമെന്റ്. സോ -4 kN മീറ്റർ ആയിരിക്കും ഇവിടുത്തെ ബിയിലുള്ള ബെൻഡിങ് മൊമെന്റ്. ദെൻ ഇനി നമ്മൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ എക്സ് എന്നുള്ള സെക്ഷനിൽ നമ്മൾ റൈറ്റിലെയും ലെഫ്റ്റിലെയും കൂടെ മൊമെന്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യും. കാന്റിലിവർ ബീമിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. റൈറ്റിലെയും ലെഫ്റ്റിലെയും കൂടെ മൊമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ റൈറ്റിലെ മൊമെന്റ് എടുക്കുമ്പോൾ നമുക്കറിയാം -4 ഇൻറ്റു എക്സ് ആയിരിക്കും. ലെഫ്റ്റിലെ മൊമെന്റ് എടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ താഴേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇത് ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ -4 ഇൻറ്റു എക്സ് -1 ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇത് മുതൽ സി മുതൽ എക്സ് വരെ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ടോട്ടൽ സി മുതൽ ബി വരെ ഡിസ്റ്റൻസ് 1 ആണെങ്കിൽ ബിക്കും എക്സിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് 1 എക്സ് മൈനസ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബിക്കും എക്സിന് സിക്കും ഇടയിൽ നമ്മൾ എക്സ് എന്നുള്ള ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തതുപോലെ തന്നെ നമ്മൾ എക്കും ബിക്കും ഇടയിലുള്ള ഒരു സെക്ഷൻ എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഒരു
ഈ കാണിച്ചിരിക്കുന്ന സെക്ഷൻ പോലെ തന്നെ എക്സ് എക്കും ബിക്കും ഇടയിലേക്ക് ഒരു എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. ഈ എക്കും ബിക്കും ഇടയിലുള്ള സെക്ഷൻ എക്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഈ സെക്ഷനിൽ നമ്മൾ എക്സ് ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ഈ സെക്ഷനിലേക്കുള്ള മൊമെന്റ്, ഫോർ എക്സാമ്പിൾ ഈ 4 കൊണ്ട് സിയിൽ ആക്ട് ചെയ്യുന്ന 4 കൊണ്ട് ഇവിടെ ഒരു സെക്ഷൻ എക്കും ബിക്കും ഇടയിൽ എക്സ് എന്നുള്ള സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് എടുക്കുകയാണെങ്കിൽ 4 കൊണ്ട് അവിടേക്ക് ഉണ്ടാകുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ആ മൊമെന്റ് അവിടെ ഉണ്ടാക്കുന്ന മൊമെന്റ് എന്ന് പറയുന്നത് 4 into x ആയിരിക്കും. മൈനസ് ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട് 4. അപ്പോൾ ഈ ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് ഫോഴ്സ് ഇൻറ്റു ഇവിടത്തെ ഇതിന്റെ ഇടയിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x-1 ആയിരിക്കും. നമുക്കറിയാം ഈ എക്സ് എന്നുള്ള സെക്ഷനിൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 1 ആണെങ്കിൽ ഈ സി മുതൽ നമുക്ക് എയുടെയും ബിയുടെയും ഇടയിൽ ഒരു സെക്ഷൻ എക്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ എക്സ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബിക്കും ആ എക്സ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x-1 ഡിസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. സോ -4 into x minus 4 into x-1 ആയിരിക്കും അവിടുത്തെ ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് mx. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം ദ എൻഡ് സിയിലുള്ള മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ mx എന്നുള്ള ഇക്വേഷനിൽ x = 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ -4 into 3 -1 എടുക്കുമ്പോൾ നമുക്ക് -20 kN നമുക്ക് ബെൻഡിങ് മൊമെന്റ് കിട്ടും. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സി മുതൽ ബി വരെയുള്ള സെക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ സിക്കും ബിക്കും ഇടയിലുള്ള ഒരു സെക്ഷൻ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിലേക്കുള്ള മൊമെന്റ് ആണ് ആദ്യം എടുക്കേണ്ടത്. എക്കും ബിക്കും ഇടയിലുള്ള മൊമെന്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ എയിലേക്കുള്ള മൊമെന്റ് എടുക്കുമ്പോൾ എക്കും ബിക്കും ഇടയിൽ എക്സ് എന്നുള്ള ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് സി മുതൽ ആ എക്സ് എന്നുള്ള സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കുക, ബി മുതൽ ആ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് x-1 ആയിട്ട് എടുക്കുക. അതിനുശേഷം ആ സെക്ഷനിലേക്കുള്ള മൊമെന്റ് mx എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ mx എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയിലുള്ള ഒരു സെക്ഷനിലെ എക്സ് നമ്മൾ ഡിസ്റ്റൻസ് വരച്ച ശേഷമുള്ള ആ മൊമെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. -4 into x മൈനസ് ഇവിടത്തെ ഒരു ഫോഴ്സ് ഉണ്ട്, ഈ ഫോഴ്സിന്റെ ഇവിടത്തെ ഇടയിലുള്ള ഡിസ്റ്റൻസ് x-1 അത് മൈനസ് തന്നെ വരും. അപ്പൊ ടോട്ടൽ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് -4 into ആ എക്സിന്റെ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -4 into 3-1 ടോട്ടൽ -20 kN. അതായത് ബെൻഡിങ് മൊമെന്റ് 0 സി എന്ന് പറയുന്നത് 0യും ബെൻഡിങ് മൊമെന്റ് ബി എന്ന് പറയുന്നത് -4 kN ബെൻഡിങ് മൊമെന്റ് എ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിച്ച -20 kN ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന എക്സ്റ്റേണൽ ലോഡിംഗ് അനുസരിച്ചുള്ള അതേ സപ്പോർട്ട് നമുക്ക് അതുപോലെ തന്നെ വരയ്ക്കുക, അതിൽ എല്ലാ ഡിസ്റ്റൻസും കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക, സ്യൂട്ടബിൾ സ്കെയിൽ എടുക്കുക, സി ബി എ എല്ലാം മാർക്ക് ചെയ്യുക, എക്സ്റ്റേണൽ ലോഡ് 4 kN എല്ലാം മാർക്ക് ചെയ്യുക. അതിനുശേഷം സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 4 kN ആണ്. അപ്പോൾ അത് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് +4 ആയതുകൊണ്ട് നമ്മൾ ഒരു ബേസ് ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സിയിൽ നിന്നും ഡിയിൽ നിന്നും എയിൽ നിന്നും നേരെ പാരലായിട്ട് വെർട്ടിക്കൽ ലൈൻസ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിടുക. വളരെ ലൈറ്റ് ആയിട്ട് പെൻസിൽ കൊണ്ട് വരച്ചാൽ മതി. ആദ്യം ഒരു സ്യൂട്ടബിൾ ഡിസ്റ്റൻസിൽ നമ്മൾ ഒരു ബേസ് ലൈൻ വരയ്ക്കുക, ബേസ് ലൈൻ 0 ആയിട്ട് എടുക്കുക. ഈ 0 എന്നുള്ള പോയിന്റ് നിന്ന് സിയിലുള്ള ഷിയർ ഫോഴ്സ് +4 kN ആണ്, 4 kN ആണ്. അത് ഈ 0യിൽ നിന്ന് ഒരു സ്യൂട്ടബിൾ സ്കെയിൽ 4 kN = 1 cm സ്യൂട്ടബിൾ സ്കെയിൽ എടുത്ത ശേഷം ഇവിടെ സിയിലേക്ക് മാർക്ക് ചെയ്യുക +4 kN. ദെൻ അവിടെ നിന്ന് ഡിന്നും സിയും വരെ വേറെ ഇടയിലുള്ള ഒരു ഫോഴ്സും ഇല്ല, അതുകൊണ്ട് ഒരു സ്ട്രൈറ്റ് ലൈനെ ആയിരിക്കും അവിടെ വരുന്നത്. ദെൻ ബിയിലുള്ള ടോട്ടൽ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 8 ആണ്. നമ്മളിവിടെ 4 വരെ വരച്ചിട്ടുള്ളൂ, ബാലൻസ് 4 അങ്ങോട്ട് വരയ്ക്കണം. അപ്പൊ സ്യൂട്ടബിൾ സ്കെയിൽ അതെടുത്ത് ബാലൻസ് 4 വെർട്ടിക്കലി അങ്ങോട്ട് മാർക്ക് ചെയ്യും. അതിനുശേഷം ബിയും എക്കും ഇടയിൽ വേറെ ഒരു ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാത്തതുകൊണ്ട് നേരെ ഒരു ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ മതി. അവിടെ നമ്മൾ 8 kN ആണ് നമുക്ക് എയിലുള്ള ഷിയർ ഫോഴ്സ് ആയിട്ട് തന്നിട്ടുള്ളത്, പ്ലസ് ആണ്. നമ്മൾ നേരെ വരച്ച് ക്ലോസ് ചെയ്യുക, ഷിയർ ഫോഴ്സ് അകത്ത് പ്ലസ് ആയിട്ട് വരച്ച് ഹാച്ച് ചെയ്ത് കാണിക്കുക. അതിനുശേഷം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 0 ബേസ് ലൈൻ വരയ്ക്കുക. സിയിലുള്ള ബെൻഡിങ് മൊമെന്റ് 0 ആണ്. സിയിലുള്ള ബെൻഡിങ് മൊമെന്റ് 0 ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ബിയിലുള്ള ബെൻഡിങ് മൊമെന്റ് -4 kN ആണ്. അവിടെ ഒരു സ്യൂട്ടബിൾ സ്കെയിൽ എടുക്കുക, 4 kN = 1 cm സ്യൂട്ടബിൾ സ്കെയിൽ എടുത്ത ശേഷം ഈ ബിയിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ട് അതിലേക്ക് മാർക്ക് ചെയ്യുക. നമുക്കറിയാം ഇവിടെ ഒരു പോയിന്റ് ലോഡാണ്, ഇതിന്റെ ഇടയിൽ വേറെ ഒരു ലോഡും വരാത്തത് കൊണ്ടും ബിയിൽ ഒരു പോയിന്റ് ലോഡ് ആയതുകൊണ്ട് നമുക്ക് ബിയിലുള്ള 4 kN -4 kN ബെൻഡിങ് മൊമെന്റ് മാർക്ക് ചെയ്ത ശേഷം സിയും ബിയും തമ്മിൽ ഒരു ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് മാർക്ക് ചെയ്താൽ മതി, പോയിന്റ് ലോഡ് ആയതുകൊണ്ട്. ദെൻ ബി മുതൽ എ വരെയുള്ള മൊമെന്റ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എയിലുള്ള ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് 20 kN -20 kN നെഗറ്റീവ് ആണ് വരുന്നത്. അത് സ്യൂട്ടബിൾ സ്കെയിലാക്കി, അതായത്
20 കിലോ ന്യൂട്ടൺ മീറ്ററിനെ ഒരു 5 സെന്റിമീറ്റർ സ്യൂട്ടബിൾ സ്കെയിലാക്കി നേരെ താഴേക്ക് വരയ്ക്കുക, വെർട്ടിക്കൽ ലൈൻ. ആ പോയിന്റുകൾ തമ്മിൽ ഇൻക്ലൈൻ ലൈൻ വരയ്ക്കുക. പോയിന്റ് ലോഡ് ആയതുകൊണ്ട് ഇൻക്ലൈൻ ലൈൻ വരയ്ക്കുക. ഇത് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആയതുകൊണ്ട് നെഗറ്റീവ് ഹാച്ച് ചെയ്ത് ഉൾഭാഗം ഹാച്ച് ചെയ്ത് കാണിക്കുക. അതിനുശേഷം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒന്ന് എഴുതുക. ഓക്കെ സർ, വെരി താങ്ക്സ് ടു യു, ബിക്കോസ് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. അപ്പം സാറിന്റെ പേരിലും ഈ ഇവിടെ നമ്മുടെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ കുട്ടികളുടെ പേരിലും ഞാൻ സാറിനോട് വളരെയധികം നന്ദി അറിയിക്കുകയാണ്.